പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സന്തോഷമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. തീരുനാം
എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിലൂടെ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവുമത്തും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ സഹോദരരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 19 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നേരെ പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയും പെൺമക്കളെ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങൾ നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിനോട് അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയും മക്കളെയും കൈപിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു. അവരെ പുറത്തു കൊണ്ടുപോയി ചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും നിൽക്കുകയും വരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും. ലോത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങനെ പറയരുതേ, ഞാൻ അങ്ങയോടെ പ്രവർത്തിക്കുന്ന പാത്രമായല്ലോ. എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മഴയിലോടി കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. അപകടം എന്നെ പിടിച്ചുകൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ, ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടുവാനത്രേ അടുത്താണ്, ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ, അത് ചെറുതാണല്ലോ, അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാവട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളൂ. നീ അവിടെ എത്തും വരെ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. ആ പട്ടണത്തിന് സോവോർ എന്നു പേരുണ്ടായി. ലോത്ത് സോവോറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. കർത്താവ് ആകാശത്തിൽ നിന്നും സോമോദിലും എമോറിയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിൽ
നിശ്വാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഒരു പുതുണായി തീർന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം അധ്യായം 14 13 മുതൽ 23 വരെ വാക്യങ്ങൾ. മിശിഹ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ. സ്വതേ അശുദ്ധമായ ഒന്നുമില്ലെന്നും കർത്താവായ യേശുവിലുള്ള വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കാം. ഭക്ഷണ നിമിത്തം നിന്റെ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേർന്നതല്ല. ക്രിസ്തുവിന് വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി ചിന്തിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്.
ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. ആകയാൽ സമാധാനത്തിനും പരസ്പരോത്കർഷത്തിനും ഒതുങ്ങുന്നവ നാം പരിവർത്തിക്കാം. ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി നിഷ്ഫലമാക്കരുത്. എല്ലാ വസ്തുക്കളും ശുദ്ധമാണ്. എന്നാൽ അവരൊരു വീഴ്ചയ്ക്ക് കാരണമാകാത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയായി തീരുന്നു. മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരന് പാപകരമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. ഇക്കാര്യത്തിലുള്ള നിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ പരീക്ഷിക്കുക. താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷിയെ കുറ്റപ്പെടുത്തുന്നവൻ ഭാഗ്യവാനാണ്. സംശയത്തോടെ ഭക്ഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. എന്നാൽ വിശ്വാസമനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതെന്തും പാപമാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10:11 മുതൽ തിരുവചനങ്ങൾ. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്ന കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവൻ്റെ സ്വരം ശ്രമിക്കും. അങ്ങനെ ഒരു ആട്ടിൻപറ്റവും ഒരു ഇടയനുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്നത് പിടിച്ചടക്കുകയില്ല. ഞാനത് സ്വമനസ്സ് സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ഈശോമിശിഹായിൽ ഏറ്റവും ആദരണീയരായ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഡാനിഷ് തത്വചിന്തകനായ സോറൻ കീർക്കെഗാഡ് ഒരു ചെറിയ കഥ പറയുന്നതിനെയാണ്. ഇതൊരു സംഭവ കഥയാണ്. ഒരു കുളത്തിന് ചുറ്റും ഒത്തിരി പേര് അതിലേക്ക് എത്തിപ്പലിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരു മധ്യവയസ്കനായ ഒരാൾ വന്നു. അദ്ദേഹവും നോക്കി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അതിൽ ഒരു കുഞ്ഞ് വീണ് അത് അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി അത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ വന്ന മധ്യവയസ്കൻ ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട്. എന്നിട്ട് ഈ തത്വചിന്തകൻ പറയുന്നതാണ്, ഇത്തരം പ്രകാരം ചാടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ആ കുളത്തിൽ വീണ കുഞ്ഞ് ഇവന്റെ കുഞ്ഞായിരുന്നു. കുളത്തിൽ വീണ കുഞ്ഞ് സ്വന്തം കുഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇതൊന്നും നോക്കുന്നില്ല, എടുത്ത് ചാടുകയാണ്. നമ്മുടെ പത്രവാർത്തകളിലൊക്കെ പ്രകാരം
നമ്മൾ കേൾക്കാറുണ്ട്. സ്വന്തം എന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മളെക്കാൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടുത്താനായിട്ട് സാധാരണക്കാരായ നമ്മളെല്ലാവരും പരിശ്രമിക്കാറുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. എന്നിട്ട് കൂലിക്കാരനും നല്ല ഇടയനും തമ്മിൽ വ്യത്യാസം ഇന്നത്തെ തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂലിക്കാരന്റെ പ്രത്യേകത ഈ ആടുകളൊന്നും സ്വന്തമല്ല എന്ന തോന്നലാണ്. സ്വന്തമല്ലെങ്കിൽ ഇവയെക്കുറിച്ച് ആകുലതകളൊന്നുമില്ല, സ്വന്തം ജീവനെക്കുറിച്ചും സ്വന്തം സൗകര്യങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കാനായിട്ട് പോവുക. പക്ഷെ സ്വന്തം എന്ന് കരുതുന്ന നിമിഷത്തിൽ നമ്മുടേതായിട്ടുള്ള സൗകര്യങ്ങൾ, നമ്മുടേതായുള്ള സുഖങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ സ്വന്തം എന്ന് കരുതുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറാകുന്നു എന്നതാണ് കൂലിക്കാരിൽ നിന്ന് നല്ല ഇടയനിലേക്കുള്ള യാത്ര ദൂരം. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നല്ല ഇടയൻ എന്ന് പറയാൻ കാരണം ഈ ലോകത്തെ മുഴുവനായിട്ട് സകല മനുഷ്യരെയും സ്വന്തമായി കണ്ടതുകൊണ്ടാണ് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഒരു കുറ്റക്കാരനായി വിധിക്കപ്പെട്ട് കുരിശ് കയറി ലോകത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് തയ്യാറായത്. അതിനൊറ്റ കാരണം ഇതാണ്, എല്ലാവരെയും സ്വന്തമായിട്ട് കരുതിയെന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്വന്തം എന്ന് കരുതുന്നതിനെ കുറിച്ചാണ്. എൻ്റെതായിട്ടുള്ള ചെറിയ ലോകത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും, സ്വന്തം അമ്മയ്ക്ക് സ്വന്തം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗം വന്നു കഴിയുമ്പോൾ ദുഃഖിച്ച് ഒരു കുഞ്ഞിനെ പോലെ കരയുന്നവരെ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അതിൻ്റെ കാരണം സ്വന്തം എന്ന് കരുതുന്നതുകൊണ്ടാണ്. അയൽപക്കത്ത് റോട്ടിൽ പരിചയമില്ലാത്തൊരു അപകടം നടക്കുമ്പോൾ എത്ര പേർക്ക് ഈ ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ എന്ന് സ്വന്തം എന്ന് കരുതുവാനായിട്ട് കരുതുന്ന ആ നിമിഷങ്ങളിലാണ് മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ദുഃഖമുണ്ടാവുക. അവനെ കുറിച്ചുള്ള കരുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ സ്വന്തം എന്ന് കരുതുന്നതിനെ കുറിച്ചാണ്. ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തിൻ്റെയും അപ്പുറത്തേക്ക് മറ്റുള്ളവരെ സ്വന്തം എന്ന് കരുതാനായിട്ട് നീ തുടങ്ങണം. നമുക്ക് പലപ്പോഴും സാധിക്കാത്തത് തന്നെയാണ്. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കള്, എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ സഹോദരങ്ങൾ, അതിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഇതൊരു വെറും ഒരു വാർത്തയാണ്. പക്ഷെ മറ്റുള്ളവരെ കൂടി സ്വന്തം എന്ന് കരുതുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ അല്പം വിശാലമായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ക്രിസ്തു ചെയ്തതുപോലെ സകല മനുഷ്യർക്ക് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിച്ചതുപോലെ എൻ്റെ ചുറ്റുപാടുകളിൽ മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും ജീവിത പ്രശ്നങ്ങളിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുവാൻ, അവരുടെ ജീവിതത്തെ കുറിച്ചൊരു കരുതലുണ്ടാകുവാനായിട്ട് സാധിക്കുമ്പോഴാണ് പ്രിയമുള്ള നമ്മൾ ഓരോരുത്തരും നല്ല ഇടയന്മാരെ പോലെ ആകുവാനായിട്ട് സാധിക്കുക. മദർ തെരേസയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. തെരുവിൽ കിടന്ന കുഞ്ഞുങ്ങളെ സ്വന്തമായിട്ട് കരുതിക്കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ വളർത്തുന്ന മദർ തെരേസയെ പോലെ ഒത്തിരിയേറെ സിസ്റ്റേഴ്സും അപ്രകാരം ജീവകാരുണ്യം സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ അപരനായിട്ട് വന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരിക്കൽ പോലും കാണാത്ത ഒരു പിതാവിനെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുവന്നാക്കുമ്പോൾ സ്വന്തം എന്ന് കരുതി ശുശ്രൂഷിക്കുന്ന എത്രയോ നല്ല സന്യസ്തരെ, വൈദികരെ, ആത്മായ പ്രേക്ഷകർ കാണാനായിട്ട് സാധിക്കും. നല്ല ഇടയങ്ങളിലേക്കുള്ള വഴിയാണ് കാണിച്ചു തരുന്നത്. പ്രിയമുള്ളവർ, ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്വന്തം എന്ന് കരുതുവാനായിട്ട് പഠിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് എപ്രകാരമാണ് നന്മകളുടെ കരങ്ങൾ നീട്ടുവാനായിട്ട് സാധിക്കുക. നമ്മുടെ ഇടവകയെ സ്വന്തം എന്ന് നമുക്ക് കരുതുന്നവർക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ടതാണ്. ഇവിടെ നടക്കുന്ന വളർച്ച, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൽ ഒന്ന് ചേരുവാനായിട്ടുള്ള മനോഭാവം, എപ്രകാരമാണ് ഇത് എൻ്റെ പള്ളിയാണ്, എൻ്റെ ഇടവകയാണ് എന്ന അഭിമാനത്തോട് പറയുമ്പോൾ ഇതിനേക്കാൾ സൗകര്യമുള്ള, ഇതിനേക്കാൾ കൂടുതൽ ആഘോഷമുള്ള പള്ളികളെക്കാളും എൻ്റെ സ്വന്തം പള്ളി എന്ന് കരുതുമ്പോൾ എവിടെ പോയാലും ഈ പള്ളിയിലേക്ക് വരാനായിട്ട് നമുക്ക് തോന്നും. സ്വന്തം എന്ന തോന്നല് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എൻ്റെ സൗകര്യങ്ങളിലേക്ക് ഞാൻ ഒതുങ്ങിക്കൂടുകയാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ എനിക്ക് വേണ്ട. എൻ്റെതായുള്ള നേട്ടങ്ങൾ, എൻ്റെതായ സ്വാർത്ഥതയുടെ ലോകത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിൽ നിന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്
നല്ല ഇടയനെ പോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് കൂടി ഇറങ്ങി ചെല്ലുവാൻ, അവരുടെ ജീവിതങ്ങളെ സ്വന്തമെന്ന് കരുതുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന തരത്തിൽ നമ്മുടെ മനോഭാവങ്ങളെ അല്പം കൂടി ക്രിസ്തുവിനെ പോലെ മാറ്റുവാനായിട്ട് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം അത് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവിനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവെ, തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അരൂപിയാൽ ഞങ്ങളെ നിരക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ബലിവസ്തുവായ മിശിഹായെ, ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും അങ്ങയോടുകൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കുക. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭാധ്യക്ഷ പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെ, മാർ ആന്റണി കരിയൽ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും മറ്റസഭാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഈ ബലിവസ്തുക്കളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കൂലിക്കാരനെ പോലെ മറ്റുള്ളവർക്ക് ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി, ഞങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ മാത്രം നിലകൊള്ളുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുവാനും മറ്റുള്ളവരെ, എൻ്റെ സഹോദരങ്ങളെ സ്വന്തമെന്ന് കരുതുവാനായിട്ടുള്ള ക്രിസ്തുവിൻ്റെ മനോഭാവം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ. അവഗണിച്ച് ഒത്തിരി പേര് മാറ്റി നിർത്തിയിട്ടുണ്ട്. കരുതൽ നൽകേണ്ടവർക്ക് പോലും കരുതൽ നൽകാതെ ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി എൻ്റെ കുടുംബം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, അതിനപ്പുറത്തേക്ക് കടന്നു വരുവാനായിട്ട് പലപ്പോഴും ഞങ്ങളുടെ സ്വാർത്ഥത ഞങ്ങൾ അനുഭവിക്കാറില്ല. കർത്താവായ ദൈവമേ, നിസ്വാർത്ഥമായിട്ട് ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഈ ബലിവസ്തുക്കളോടൊപ്പം ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ആകുലതകളും ഈ ബലിവസ്തുക്കളോടൊപ്പം നിന്നോട് മാത്രം പങ്കുവയ്ക്കുവാനായിട്ടുള്ള ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളും ഈ ബലിവസ്തുക്കളോട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി അങ്ങ് സ്വീകരിക്കണമേ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാരത്തിനെയും ഓർമ്മയാതിരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ.
ശരണം തീരുന്നു ഭക്തിതരായി വാ. സർവശക്തപിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സർവ്വത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വസൃഷ്ടികളായതിനും ജീവനെല്ലാമുള്ള പിതാവ് ജനിച്ചവനും എന്നാൽ സൃഷ്ടിപ്പെടാത്തവനും ഏകപിതാവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യമുള്ള സത്യവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പതിവോസ്പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായുധം മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി അവിടെ വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ പുറപ്പെടുന്ന സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാമ്പത്തികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസായും ശരീരത്തിലേക്കും നിത്യായുസ്സുകളെ പറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന നമ്മുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദേശത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകനാകുവാൻ ഇളയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവിൻ കൃപ
രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അങ്ങേ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം ഇത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമ്മതിരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സ്വന്തമായ അനുഗ്രഹത്താൽ മുഖത്തമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ആന്റണി കരീം മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തർ, അൽമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ദേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമൂലം അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടിയും ഞങ്ങളെ ഈ ബലിമധ്യേ സമർപ്പിക്കുന്ന ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. ഒരു ബലഹീനരുടെ സ്ഥിരമായ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ ദർശനതയും നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വൈവിധ്യജനകവും പരിശുദ്ധവും ജീവദായ ദൈവികമായ രഹസ്യങ്ങളെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിലൂടെ താമസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുരയ്ക്കുള്ളവരെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയവരോട് ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനകൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, കാരുണ്യത്തിലൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ
കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഗ്രഹവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴുണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയായി സമീപിക്കാം. അനുതാപമുള്ളവാകുന്ന ശ്രമത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാരായണ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ സ്വന്തമെന്ന് കരുതുവാനുമുള്ള ക്രിസ്തുവിന്റെ മനോഭാവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളുടെ സ്വകാര്യതകളുടെ സുഖങ്ങളുടെ അകത്തളം പെട്ടുകൊണ്ട് നിസ്വാർത്ഥതയുടെ വിശാലതയിലേക്ക് കടന്നു പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും താവരെ ദർശനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, നിസ്സാരമേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ
ജലത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. നമുക്ക് വേണ്ടി കീറുമുറിക്കപ്പെട്ട ശരീരമിതാകുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമിതാകുന്നു. അമർത്യന്റെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് ഇതിന്റെ രാജാവായ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. ജീവിത കർത്താവായ യേശു മിശിഹായുടെ പാവനം അവിടുത്തെ കാരുണ്യത്താൽ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. പ്രായശ്ചിത്ത പ്രവർത്തികളിൽ വ്യാപൃതരായിരിക്കുന്ന സഹോദരരെ, ജീവദായകമായ ഈ വിരുന്ന് നമുക്ക് ആസ്വദിക്കാം. മിശിഹായുടെ തിരുശരീരങ്ങൾ അങ്ങനെ ഭൗതിക എത്തിച്ചതിന് കാരണമാകട്ടെ.
ജ്ഞാനത്തെക്കുറിച്ച് കർത്താവേ സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്. കർത്താവായ ദൈവമേ, സുഗ്രഹവും പരിശുദ്ധവും ജീവനായ ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങനെ മകനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഈശ്വരത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ സുസ്ഥിരവും പരിശുദ്ധവും ജീവനായ ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളാരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ഞങ്ങളുടെ